സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴും കണ്ടു കഴിഞ്ഞിട്ടും ഒക്കെ ഞാൻ കരച്ചിലായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിൽ തട്ടിയത് ആ കുഞ്ഞിന്റെ മുഖമായിരുന്നു. കാരണം എവിടേക്കോ ആ കുഞ്ഞിന്റെ മുഖത്ത് ഞാൻ എന്റെ മകന്റെ തന്നെ മുഖമാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു അമ്മ എന്ന നിലയിൽ ഈ സിനിമയ്ക്ക് ഭയങ്കര ഒരു ഹോണ്ടിങ് എഫക്റ്റ് ഉണ്ട്. സിനിമ ഭയങ്കര നല്ലതാണ്, അതിനൊന്നും ഒരു സംശയമില്ല. ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന രീതിയിൽ ഒത്തിരി ലെയറുകളുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പലരും ഈ സിനിമയിൽ അമ്മയുടെ ടോക്സിക് സൈഡിനെ കുറിച്ചും ടോക്സിക് ട്രേറ്റ്സിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നത് കണ്ടു. പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ അവരുടെ ഒരു ടോക്സിക് സൈഡ് എനിക്ക് കാണാൻ പറ്റിയില്ല. എനിക്ക് കാണാൻ കഴിഞ്ഞത് തന്റെ കുഞ്ഞിനെ കുറിച്ചുള്ള ആവലാതിയില്, സ്വന്തം നിസ്സഹായതയില് എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി തനിക്ക് അറിയാവുന്ന എല്ലാ രീതിയിലും എല്ലാം ചെയ്യുന്ന ഒരു അമ്മയാണ് എനിക്ക് കാണാൻ പറ്റിയത്. ആ കുഞ്ഞിന് നല്ലൊരു ചൈൽഡ്ഹുഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് ഞാനും സമ്മതിക്കുന്നു. പക്ഷെ അമ്മ മനഃപൂർവ്വം ആ കുഞ്ഞിന്റെ ബാല്യം നഷ്ടപ്പെടുത്താനായി ശ്രമിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു പക്ഷെ ആ ഒരു സ്നേഹം, അവരുടെ ഭയം ഒക്കെ കൊണ്ടായിരിക്കാം അങ്ങനെ ആയിപ്പോയത്. ആ സിനിമയിലെ കുഞ്ഞിനെ നോക്കുമ്പോഴൊക്കെ ഞാൻ അവിടെ കാണുന്നത് ആദിശേഷനെ മാത്രമല്ല, എന്റെ മകന്റെ മുഖം കൂടിയാണ്. അതുകൊണ്ടായിരിക്കാം ആ അമ്മയുടെ വേദന എനിക്ക് ഒരു അമ്മയുടെ കണ്ണിലൂടെ മാത്രം കാണാൻ കഴിയുന്നത്. ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ടും എന്റെ മനസ്സിൽ നിന്ന് പോകാത്തത് ആ കുഞ്ഞിന്റെ മുഖമാണ്. കാരണം ഒരു അമ്മയായി എനിക്ക് അവിടെ ആ കുഞ്ഞിനെ മാത്രമല്ല കാണാൻ കഴിഞ്ഞത്, എന്റെ കുഞ്ഞിനെയും കൂടിയാണ്. ഇനി നിങ്ങൾ പറ, ആദിശേഷനെ പോലെ ഇല്ലേ എന്റെ റിച്ചുട്ടിനെയും കാണാൻ?